സംസ്ഥാനത്തെ സർക്കാർ സ്കൂൾ പ്രധാനാധ്യാപകരുടെയും എഇഒമാരുടെയും സ്ഥലം മാറ്റം അനിശ്ചിതത്വത്തിൽ. വെബ്സൈറ്റിലെ തകരാറ് മൂലം നടപടിക്രമങ്ങൾ മുന്നോട്ടു പോകുന്നില്ല എന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ വിശദീകരണം. ഇഷ്ടക്കാരെ ഉൾപ്പെടുത്തുന്നതിനു വേണ്ടി കാലതാമസമുണ്ടാക്കുന്നുവെന്നാരോപിച്ച് അധ്യാപക സംഘടനകൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഇക്കഴിഞ്ഞ ഏപ്രിൽ 12-നാണ് 2024-25 വർഷത്തെ ഓൺലൈൻ സ്ഥലം മാറ്റത്തിന് വേണ്ടിയുള്ള അപേക്ഷ വിദ്യാഭ്യാസ വകുപ്പ് ക്ഷണിച്ചത്. സർക്കുലർ പ്രകാരം മെയ് 22-ന് താൽക്കാലിക സ്ഥലം മാറ്റ പട്ടിക പ്രസിദ്ധീകരിച്ചിരുന്നു. പരാതികൾ പരിഹരിച്ച ശേഷമുള്ള ലിസ്റ്റ് മെയ് 29-ന് വിദ്യാഭ്യാസ ഉപഡയറക്ടർമാർ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് കൈമാറുകയും ചെയ്തു. എന്നാൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം പിൻവലിച്ച ഉടൻ പുറത്തിറക്കുമെന്നറിയിച്ച അന്തിമ പട്ടിക 6-ാം പ്രവൃത്തി ദിനം കഴിഞ്ഞിട്ടും പ്രസിദ്ധീകരിച്ചിട്ടില്ല. വെബ്സൈറ്റിലെ സാങ്കേതിക പ്രശ്നം മൂലം കാലതാമസം ഉണ്ടാകുന്നുവെന്നാണ് വകുപ്പിന്റെ മറുപടി. പക്ഷേ ഈ വിശദീകരണം പൂർണ്ണമായും തള്ളുകയാണ് പ്രതിപക്ഷ അധ്യാപക സംഘടനയായ KPSTA. വേണ്ടപ്പെട്ടവരെ ഉൾപ്പെടുത്താനുള്ള നീക്കമാണിതെന്നും അധ്യാപകരുടെ അവകാശം നിഷേധിക്കാൻ അനുവദിക്കില്ലെന്നും ഇവർ പറയുന്നു. ട്രാൻസ്ഫർ വൈകുന്നത് മൂലം ദൂര ജില്ലകളിൽ, അന്യ ജില്ലകളിൽ ജോലിക്ക് പ്രൊമോഷൻ കിട്ടിപ്പോയ അധ്യാപകർക്കൊക്കെ തന്നെ ഒരൊറ്റ വർഷം അവരവരുടെ നാട്ടിലെത്തി അവരുടെ നാട്ടിലെ വിദ്യാലയങ്ങളിൽ ജോലി ചെയ്യാനുള്ള സാഹചര്യം നഷ്ടപ്പെടുന്നു. അതോടൊപ്പം തന്നെ വിദ്യാലയങ്ങളുടെ സുഗമമായ നടത്തിപ്പിന് സാഹചര്യമില്ലാത്ത ഒരവസ്ഥയും സംജാതമായിരിക്കുകയാണ്. സംസ്ഥാനത്തെ നിരവധി വിദ്യാലയങ്ങൾ പ്രധാനാധ്യാപകർ ഇല്ലാതെയാണ് പ്രവർത്തിക്കുന്നത്. സ്ഥലം മാറ്റം പൂർത്തിയാക്കിയാൽ മാത്രമേ ബാക്കി സ്കൂളുകളിൽ സ്ഥാനക്കയറ്റം വഴി പ്രധാനാധ്യാപകരെ നിയമിക്കാൻ കഴിയൂ. ഗോപാൽ ശീലാസനൽ, മീഡിയ 1, തിരുവനന്തപുരം.